കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊച്ചി താലൂക്ക് 36ാമത് സമ്മേളനം ഗോപകുമാർ നഗരടവനക്കാട് ശതാബ്ദി മന്ദിര ഹാളിൽ വെച്ച് നടന്നു. താലൂക്ക് പ്രസിഡന്റ് ശ്രീ KJ റോബർട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പ്രിൻസൺ തോമസ് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. ട്രഷറർ KS സിയാദ് കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം ചെയ്തു. ശ്രീജ S നാഥ്, ശ്രീജ K മേനോൻ, ഗോഡ്വിൻ സെക്യൂറ, KP രമേശൻ, ഫ്രാൻസിസ്, സുബീന സുബൈർ, സുജിത് ജെയിംസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോവുകയാണ്. ആ ക്ലാസിഫിക്കേഷൻ നോംസ് വരുന്നതോടുകൂടി ഒത്തിരി സർക്കാരുകൾ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ചിലപ്പോൾ താഴേക്ക് പോകുവാനുള്ള സാധ്യതകൾ ഈ ക്ലാസിഫിക്കേഷൻ നോംസിലൂടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, മഹാദുരന്തവും കോവിഡ് പോലെയുള്ള മഹാമാരിയും നിമിത്തം ഇത് സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, വായ്പാ കുടിശ്ശിക തിരിച്ചടക്കാതെ വിഷമിക്കുന്ന സഹകാരികൾ അവരുടെ വായ്പകളൊക്കെ ഇന്ന് കുടിശ്ശികയായിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് സഹകരണ പ്രസ്ഥാനത്തെ ഒന്നുകൂടി ഞെരുക്കിക്കൊള്ളുവാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇന്ന് സഹകരണ മേഖലയെ ഇന്ന് പലവിധ നിയമങ്ങൾ നടപ്പാക്കുന്നത് വഴി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് ദുരന്തം വന്നാലും, ഏത് മഹാമാരി വന്നാലും സഹകരണ മേഖലയിലെ ജീവനക്കാരാണ് കേരളത്തിലെ എല്ലാ സമസ്ത മേഖലകളിലും സർക്കാരിൻ്റെതായാലും ക്ഷേമ പദ്ധതികളായാലും ഒക്കെ നമ്മൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ശ്രീ ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ശ്രീ പ്രിൻസൺ തോമസ്, ജില്ലാ ട്രഷറർ ശ്രീ സിയാദ്, നമ്മുടെ ഇന്നത്തെ പ്രത്യേക അതിഥി എറണാകുളം ജില്ലാ വനിതാ ഫോറം കൺവീനറുമായ ശ്രീമതി സുബി, മേരി, ഗോഡ്വിൻ, ഫ്രാൻസിസ് തുടങ്ങിയ എല്ലാവരും, എൻ്റെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കഴിഞ്ഞ 36 വർഷമായി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് എന്ന പേരിൽ നടത്തുന്നു. കഴിഞ്ഞ 61 വർഷമായി കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് അസോസിയേഷനും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫെഡറേഷനുമായി കേരളത്തിലെ 2 മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 1914 മുതൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. 1914 ശേഷം ഒരുപാട് ആയിരക്കണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു. കേരളത്തിന്റെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള നട്ടലായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. ഈ സഹകരണ പ്രസ്ഥാനം വിജയങ്ങളുടെ കളിത്തോടനായി മുന്നോട്ട് പോയിരുന്ന ഒരു സഹകരണ പ്രസ്ഥാനം. ഇന്ന് പരാജയങ്ങൾ പലപ്പോഴും പരാജയങ്ങൾ സംഘത്തോടുകൂടി ഏറ്റവും
എന്നൊരു സംശയത്തിന്റെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ 33-34 വർഷത്തിലേറെയായി ഈ പ്രസ്ഥാനത്തോട് യോജിച്ച് പല വേദികളിലും ഞാൻ കേട്ടുപോകുന്നതും ഞാൻ ആവർത്തിച്ചു പോകുന്നതുമായ ഒരു വാക്കാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പ്രതിസന്ധിയാണ്. അതാദ്യം തന്നെ ഞാനും പാടി. പിന്നെ എനിക്ക് തോന്നി ഈ പ്രതിസന്ധികളുമായ യാത്രകളിലെല്ലാം തന്നെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വിജയത്തിന്റെ മാതൃകകളായി മാറിക്കഴിഞ്ഞ ഒരു മേഖലയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന ബോധ്യമാണ് ഞാൻ മാറ്റി പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രതിസന്ധികളിലാണ് പ്രതിസന്ധികളിലൂടെ വിജയത്തിന്റെ വഴിത്താരെ കയറി വിജയങ്ങൾ കൊണ്ടുകൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനം ചെയ്യുന്നത്. അത് ഇപ്പോ ആശങ്കയോടുകൂടിയുള്ള അവസ്ഥയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല മാറിയിട്ടുണ്ട്. അതിന് കാരണം കടമക്കാരിലൊരു വാക്കുണ്ട്, കള്ളനും കാവും ഒപ്പ കൊമ്പത്തെ ചക്ക താഴത്ത് എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ ഒത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചക്ക എന്ന് പറഞ്ഞ പോലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളാണ് സഹകരണ ജീവനക്കാരും സഹകരണത്തിന് മാനേജ്മെന്റ് ഭരണസമിതി. ഈ രണ്ട് വിഭാഗങ്ങളും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും പല സംഘടനകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളെല്ലാം തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മേഖലയെ തകർക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എണ്ണത്തിൽ ഇപ്പൊ സർക്കാർ മന്ത്രിയും ഇപ്പോൾ പല മന്ത്രിമാരും നമ്മുടെ കണക്കുകൾ നോക്കാനുള്ള കണക്കുകൾ പറയുന്നത് പല സംഘടനകൾ UDF ഭരിക്കുന്ന സംഘടനകൾ LDF ഭരിക്കുന്നത് ഇല്ല എന്നും മറ്റുള്ളതെന്നാണ് പറയുന്നത്. നാം ഒരു കാര്യം തുറന്നു നോക്കുക, ഇവിടെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിയുടെ അധീനതയിലേക്ക് എത്തി ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹകരണമുള്ള വ്യക്തി തന്നെ താല്പര്യങ്ങളുടെ അടിയിൽ ഏതെല്ലാം സംഘടനകൾ മുന്നേറുന്നോ ആ സംഘടനകളെല്ലാം തന്നെ അപജയങ്ങളുണ്ടായിട്ടുണ്ട്. ജൈവനരായിക്കോട്ടെ മറ്റ് ഏത് സംഘടനകളെയും നേരിട്ട് കഴിഞ്ഞാൽ 195 ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള സംഘടനകളാണെന്നുള്ള നിശ്ചയം നമുക്ക് ഉറക്കെ വെച്ചു പറയാം. പക്ഷേ കേരളത്തിലെ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളിൽ മുഴുവനും ഇത് രാഷ്ട്രീയമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി സഹകരണ മേഖലയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ അപജയത്തിനും ഭീതിജനകമായ അവസ്ഥക്കും കാരണം എന്നുള്ളത് നമുക്ക് ഉറച്ചു പറയാൻ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. പ്രവർത്തിച്ച സഹകാരികൾ അതൊക്കെ പ്രസിഡന്റായിരിക്കുമെന്നുള്ളവർ കുറച്ചു പേരുണ്ട്. പലരും മംഗളം പോയി ഇപ്പോൾ വളരെ ചുരുക്കം പേർ ജീവിച്ചിട്ടുണ്ട്. ആ വളരെ ചുരുക്കം പേരല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ഇത് അലങ്കാരത്തിന് അലങ്കാരിക പദവി ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സഹകരണ മേഖലയിൽ പ്രസിഡന്റാകാൻ വേണ്ടി ഭരണസമിതിയാകാൻ വേണ്ടി നടക്കുന്നത് എന്നുള്ളത് മാത്രമേ ഈ ഒരു കാര്യം മാത്രമോ വേഗത ചെയ്ത് നല്ലൊരു കാര്യം സഹകരണ വകുപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ പറയട്ടെ, കരുവല്ലൂർ സഹകരണ ബാങ്കും മറ്റ് സഹകരണ ബാങ്കുകളിലുണ്ടായ കളവ് ചെലവ് പുറത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് എങ്ങനെ നിർത്തലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ നിരീക്ഷിക്കാം, എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കിയാൽ സഹകരണ നിയമത്തിൽ 1969 സഹകരണ നിയമത്തിന്റെ നിയമങ്ങളിലും ചട്ടങ്ങളിലും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. നടപ്പിലാക്കിയില്ല. ആരും നടപ്പിലാക്കില്ല. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നടപ്പിലാക്കില്ല. സംസ്ഥാന സെക്രട്ടറി വനിതാ ഫോറം സംസ്ഥാന കൺവീനർ ശ്രീജ എസ് നാഥ്, വനിതാ ഫോറം ജില്ലാ ചെയർപേഴ്സൺ ശ്രീജ കരുമേനോ, ജില്ലാ സെക്രട്ടറി കുഞ്ചു തോമസ്, ജില്ലാ KSR, മറ്റ് വേദിയിലെ നേതാക്കന്മാരെ, സദസ്സിലെ സഹകാരികളെ, സുഹൃത്തുക്കളെ, ഒരു പെരുമഴ നിയമകാവുകൾ ഇവിടെ നടത്തിക്കഴിഞ്ഞു. അതിനിടയിൽ ഒരു ചാറ്റമഴയുടെ ആവശ്യം ഉണ്ടോ എന്ന സംശയമുണ്ട്. എന്നിരുന്നാൽ തന്നെ ജീവനക്കാരുടെ 1-2
ഈ അവസരത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സഹകരണ നിയമത്തിൽ 1:4, 1:1 എന്ന 2 നിയമങ്ങൾ സഹകരണ ജീവനക്കാരെ ബാധിക്കുന്ന തരത്തിൽ നിലവിൽ വരുത്തിയിട്ടുണ്ട്. ഞാനും തിരുവനന്തപുരമൊക്കെ ഇതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിൽ ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. 1:4 എന്താണെന്ന് ഒരുപാട് കാലം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് 4 ജൂനിയർ ക്ലർക്കുമാരെ അപ്പോയിന്റ് ചെയ്താലാണ് സംഘത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സബ് സ്റ്റാഫിനെ നിയമിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥയാണ് 1:4. 1:1 എന്ന വ്യവസ്ഥ ഒരു സഹകരണ സംഘത്തിൽ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി റിട്ടയർ ചെയ്തു പോയാൽ അതിന് പകരമായി പരീക്ഷാ ബോർഡിൽ നിന്ന് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയെ വെക്കണം. ആ വെക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി വളരെ പ്രായം കുറവുള്ള ഒരാളാണെങ്കിൽ ബാക്കി സിസ്റ്റമുള്ള ജീവനക്കാരുടെ ഗതി അധോഗതി. ഇതാണ് നിലവിലുള്ള വ്യവസ്ഥ, ഇപ്പോൾ ഉള്ള വ്യവസ്ഥയാണ്. അപ്പൊ അതിന് മാറ്റം വരുത്തണം. അതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിരന്തരം വാദങ്ങൾ ഉന്നയിക്കാം എന്ന് വിശ്വസിക്കുന്നു. താലൂക്കിന്റെ താലൂക്ക് കൂടാതെ ജില്ലാ ട്രസ്റ്റ് കൂടി പോയിരിക്കണം എന്ന വ്യവസ്ഥ പറയുന്നുണ്ട്. താലൂക്ക് ഉൾപ്പെടെ താലൂക്കിലെ ജയമാവും താലൂക്ക് ജില്ലാ ട്രസ്റ്റ് KCR ഓഡിറ്റ് ചെയ്ത കണക്കുകളാണ് ഇത്. 2023 ഫെബ്രുവരി 22 മുതൽ 30/6/2024 ആകെ വരവ് 5,53,494. ആകെ ചെലവ് 5,53,456 പൈസ. മുൻനിരപ്പ് കയ്യിലുണ്ടായിരുന്നത് 2,245 പൈസ. നീക്കിയിരിപ്പ് ക്യാഷ് അറ്റായുള്ളത് 2,283 പൈസ. നീക്കിയിരിപ്പ് നിക്ഷേപം പോസ്റ്റൽ ബാങ്കിലെ ST 59,626, സത്യാഗ്രഹ ST 229,28 പൈസ. നായകത്വം SCB ST 2,392 രൂപ. ആകെ നീക്കിയിരിപ്പ് 2,239 രൂപ 28 പൈസ. വളരെ നല്ല രീതിയിലുള്ള ഒരു താലൂക്ക് സമ്മേളനം നിലവിൽ പറയുമ്പോൾ തന്നെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുകയും സംഘടന പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താലൂക്ക് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മികച്ച ഒരു താലൂക്ക് കൊച്ചി താലൂക്കാണ് എന്ന കാര്യത്തിൽ നിസ്സംശയം. ഇത് രാവിലെ വന്നിട്ട് ഇത്രയും സമയം വരെ ഏതാണ്ട് 2 മണി കഴിഞ്ഞ ഈ സമയത്ത് പോലും യാതൊരു ഭാവവ്യത്യാസങ്ങൾ പോലുമില്ലാതെ ക്ഷമയോടുകൂടി ഈ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. Anita, SCB.